പോകുന്നത് കോട്ടയം ജില്ലയിലെ കടുതുരുത്തിക്ക് അടുത്തുള്ള കാന്താരിക്കടവ് എന്ന സ്ഥലത്തേക്കാണ്. കാന്താരി കടന്തേരി അക്വാ പ്രോജക്റ്റില് കാണുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. ഇവിടേക്ക് പോകുന്നതിനായിട്ട് പല വഴികളുണ്ട്. ഞാനിപ്പോ പോകുന്ന ഒരു ഓഫ് റോഡ് പോലെയുള്ള ഒരു വഴിക്കാണ്, വളരെ വീതി കുറഞ്ഞ ഒരു വഴിക്ക്. കൂടാതെ തന്നെ ഇങ്ങോട്ട് പോകാനായിട്ട് നല്ല റോഡുമുണ്ട്. നമുക്ക് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാല് നല്ല റൂട്ടും കിട്ടുന്നതാണ്. ഇത് ചെന്ന് ചേരുന്നത് എഴുമാൻതുരത്ത് എന്ന സ്ഥലത്താണ്. എഴുമാൻതുരത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മാംഗോ മെഡോസ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ മാംഗോ മെഡോസ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ കാന്താരിക്കടവില് ചെന്നിട്ട് അവിടെ നിന്ന് മാംഗോ മെഡോസ് വരെ പോകുന്നുണ്ട്. മാംഗോ മെഡോസിന്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. മാംഗോ മെഡോസ് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. മാംഗോ മെഡോസിന് ഏതാണ്ട് 4 or 5 പാർട്ടായിട്ട് കാണിക്കാൻ കഴിയുള്ളൂ. അത്രയധികം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ പോകുന്നത് കാന്താരിക്കടവിലേക്കാണ്. നമ്മൾ ഈ പോകുന്ന വഴിയുടെ ഒരു സൈഡ് കനാലാണ്. വെമ്പനാട് കായലിൽ നിന്ന് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന ഒരു കനാലാണിത്. 2 സൈഡും പാടങ്ങളായിട്ട് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലത്തെ കൂടിയാണ് നമ്മൾ പോകുന്നത്. പുതുതായിട്ട് നിർമ്മിക്കുന്ന ഒരു റെയിൽവേയുടെ ബ്രിഡ്ജും റോഡുമാണ് കാണുന്നത്. ഇതിന്റെ അടിയിൽ കൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. ഹൈറ്റുള്ള വാഹനങ്ങളൊന്നും ഇതുവഴി പോകില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വേറെ വഴിയുണ്ട്. ഇവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ചിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വഴിക്ക് പോകുന്നത്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരെല്ലാം നമ്മളുടെ വീഡിയോകൾ ധാരാളമായി കണ്ട് കമന്റ് ചെയ്യാറുണ്ട്. കാരണം ഓരോ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിനേക്കാൾ ഉപരി നമ്മൾ യാത്രകളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് കനാലിന്റെ ക്രോസ് കണ്ട ഒരു പാലമാണിത്. നമുക്ക് ആ പാലത്തിൽ കൂടി അല്പം ഒന്ന് കയറിയിട്ട് ചുറ്റുമൊന്ന് നോക്കാം. കനാലും അതിന് മറുവശത്തുള്ള ഒരു എസ്റ്റേറ്റും ഉണ്ട്. ആ എസ്റ്റേറ്റെല്ലാം ഒന്ന് കാണാം. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഞാൻ പറയട്ടെ, ചാനലിൽ തുടർന്ന് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അനിവാര്യമാണ് ചാനലിനെ ഗ്രോ ചെയ്യുന്നതിനും എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നതിനും വേണ്ടി. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അപേക്ഷിക്കുന്നു. ഞാൻ പോയത് ഈ ഓഫ് റോഡ് വഴിക്കാണ് പോയത്. ഇവിടെ നമ്മൾ ചെല്ലുന്ന ഒരു പാടത്തേക്കാണ്. അവിടെ ചെന്ന് ചേരുന്ന റോഡാണ്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വരുന്ന നല്ല റോഡിൽ നിന്ന് വരുന്ന റോഡിലേക്കാണ് വന്ന് കയറിയിരിക്കുന്നത്. 2 ഭാഗത്തും ഇങ്ങനെ വയലായിട്ട് കാണാനായിട്ട് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ, ഈ കാന്താരിക്കടവ് അക്വാ ടൂറിസം എന്ന ഈ പ്രൊജക്ട്, അതിന്റെ കുറിച്ചുള്ള അഭിപ്രായം ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ തന്നെ വിലയിരുത്തുക. കേരള ഗവൺമെന്റിന്റെ ടൂറിസത്തിന് കീഴിലുള്ള ഒരു കാന്താരി കടന്തേരി അക്വാ പ്രോജക്റ്റിന്റെ കീഴിലുള്ള ഒരു സ്ഥലമാണിത്. വളരെ മനോഹരമായ സ്ഥലമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇതൊന്ന് വിലയിരുത്തുക. അതിനുശേഷം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. നമുക്ക് അല്പദൂരം ഈ കാന്താരിക്കടവിലൊന്ന് നടന്നു കാണാം. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഞാനിവിടെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്കല്പം നടന്നു കാണാം.
അപ്പൊ നിങ്ങളിവിടെ റെസ്പോൺസിബിൾ ടൂറിസം പ്രൊജക്ടിന്റെ ഉപകരണങ്ങളെല്ലാം കണ്ടല്ലോ. കുട്ടവഞ്ചിയാണ് കാണുന്നത്. എക്കോ ടൂറിസത്തിന്റെ മീൻ വളർത്തുന്ന സ്ഥലമാണ്. അങ്ങോട്ട് കടക്കണമെങ്കിൽ ഹെലികോപ്റ്റർ കാണാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു റെസ്പോൺസിബിൾ ടൂറിസം പ്രൊജക്റ്റ് ആണ് എന്നുള്ളത്. നിങ്ങൾ തന്നെ കണ്ട് വിലയിരുത്തുക. വളരെ മനോഹരമായൊരു സ്ഥലമാണിത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടെ നിന്ന് അല്പം കൂടി പോയാലാണ് മാംഗോ മെഡോസ് എന്നുള്ള സ്ഥലമുള്ളത്. അതൊരു പ്രൈവറ്റ് പ്രൊജക്റ്റ് ആണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് മാംഗോ മെഡോസ്. അടുത്തുള്ള വീഡിയോകളിൽ ഞാനത് പാർട്ടായിട്ട് കാണിക്കുന്നുണ്ട്. ആ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മാംഗോ മെഡോസിന്റെ ഗേറ്റിലെത്തി നമുക്കിവിടെ വാഹനം നിർത്താം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.